ഹലോ എവരിവൺ. ഇന്ന് പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ ഒട്ടും അറിയാത്തവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സംശയമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രൈം ഫാക്ടറൈസ് 36. ഞാനിവിടെ ഒരു 2 ഡിജിറ്റ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് വേണം ഫാക്ടറൈസ് ചെയ്യാൻ. അപ്പോൾ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 20 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ 36. ഈ 36 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് ഡിജിറ്റിനേക്കാളും ലെസ് ആണ് 2, അതുകൊണ്ട് 3ൽ 2 എത്ര ടൈം പോകും? 1 ടൈം. ഈ കോഷന് നമ്മൾ താഴെയാണ് എഴുതുക. ഇനി റിമൈൻഡർ വേണമെങ്കിൽ നിങ്ങളിവിടെ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1 വരും. ഇനി ഈ 6 താഴേക്ക് എടുത്തു, അപ്പോൾ 16. ഇനി 16ലാണ് നോക്കേണ്ടത്. അപ്പോൾ 2 16ൽ എത്ര ടൈം പോകും? 8 ടൈംസ്. ഇനി വീണ്ടും 18 നമ്മൾ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ചിട്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാണ്. അപ്പോൾ 1ൽ 2 പോവില്ല. അപ്പോൾ 18ൽ 2 എത്ര ടൈം പോകും? 9 ടൈംസ്. ഇപ്പോൾ നമുക്കൊരു ഓഡ് നമ്പറാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നമുക്ക് 3 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 9ൽ 3 ടൈംസ്. വീണ്ടും 3 1. അപ്പോൾ 36നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. പ്രൈം ഫാക്ടറൈസ് 308. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പറാണ്, ഈവൻ നമ്പറുമാണ്. അപ്പോൾ ഈവൻ നമ്പറാണ് നമ്മൾ എന്ത് വെച്ചിട്ടായിരിക്കും ഫാക്ടറൈസ് ചെയ്യുക? 2 വെച്ചിട്ട്. ഇപ്പോൾ അടുത്ത ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക, 3 ആണ്. 3ൽ 2 എത്ര ടൈം പോകും? 1 ടൈം. റിമൈൻഡർ വരുന്നത് 1. നെക്സ്റ്റ് സെക്കൻഡ് ഡിജിറ്റും കൂടി എടുക്കുക, 10. 10ൽ 2 എത്ര ടൈംസ് പോകും? 5 ടൈംസ്. ഇനി അടുത്ത ഡിജിറ്റ് 8. 8ൽ 2 4 ടൈംസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഈവൻ നമ്പറാണ് കിട്ടിയത്. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. ഇനി 1ൽ 2 പോവില്ല. അപ്പോൾ അടുത്ത ഡിജിറ്റും കൂടി എടുത്തു, 15. 15ൽ 2 7 ടൈംസ്. അപ്പോൾ നമുക്കിവിടെ ഒരു റിമൈൻഡർ വരും അല്ലേ? 2 ഇൻറ്റു 7 14 അല്ലേ? ഇനി അടുത്ത ഡിജിറ്റ് എടുക്കുമ്പോൾ 14. ഇപ്പോൾ 14ൽ 2 എത്ര ടൈം പോകും? 7 ടൈംസ്. ഇനി നോക്കിക്കേ, ഇവിടെ 77 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് 2 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ ഓഡ് പ്രൈം നമ്പേഴ്സ് നോക്കാം. അപ്പോൾ ഓഡ് പ്രൈം നമ്പേഴ്സ് അടുത്തത് വരുന്നത് 3 5 7 11 എക്സെട്ര അല്ലേ? അപ്പോൾ ഈ 3 വെച്ചിട്ട് ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? ഡിജിറ്റ് സം എടുത്താൽ മതി. അതായത് 77 എന്ന് പറയുന്നതിൻ്റെ ഡിജിറ്റ് സം എടുക്കുക. 7 + 7 = 14. ഈ കിട്ടുന്ന 14 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അതായത് നമ്മുടെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 14 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരില്ല അല്ലേ? അപ്പോൾ എന്താണ്? 3 വെച്ച് ഡിവിസിബിൾ അല്ല. ഇനി അടുത്തത് 5 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ 5യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 0 or 5 വരണം. ഇപ്പോൾ ഇവിടെ 77ൽ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്, അതുകൊണ്ട് 5 വെച്ചിട്ടും ഡിവിസിബിൾ അല്ല. അടുത്ത നമ്പർ 7 ആണ്. അപ്പോൾ 77 7ൽ എന്തായാലും ഡിവിസിബിൾ ആവുമോ അല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി 77ൽ നമുക്ക് 7 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 7ൽ 1 ടൈം, സെക്കൻഡ് 7ൽ 1 ടൈം, അപ്പോൾ 11 വന്നു. 11 ഒരു പ്രൈം നമ്പർ തന്നെയാണ്, അതുകൊണ്ട് 11നെ വീണ്ടും 11 വെച്ചിട്ട് തന്നെ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പോൾ 308നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 7 ഇൻറ്റു 11. പ്രൈം ഫാക്ടറൈസ് 1035. അടുത്ത നമുക്കൊരു 4 ഡിജിറ്റ് നമ്പറാണ് വന്നിരിക്കുന്നത്. ഇനി 4 ഡിജിറ്റ് നമ്പർ ഓഡ് നമ്പറുമാണ്. യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ നമുക്ക് 5 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ 5 ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക, 1. 1ൽ 5 പോകത്തില്ല. അപ്പോൾ അടുത്ത ഡിജിറ്റും കൂടെ 10. 10ൽ 5 എത്ര ടൈം പോകും? 2 ടൈംസ്. ഇനി അടുത്ത ഡിജിറ്റ് 3. 3ൽ 5 പോകില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ 0 എഴുതണം. ആ 0 നിർബന്ധമായി എഴുതണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി ഇപ്പോൾ 3 റിമൈൻഡർ 3 വന്നിട്ടുണ്ട്. ഇനി ആ 5 അടുത്ത ഡിജിറ്റ് 5, അപ്പോൾ 35. ഇനി 35ൽ 5 എത്ര ടൈം പോകും? 7 ടൈംസ്. ഇനി വീണ്ടും നമുക്കൊരു ഓഡ് നമ്പറാണ് വന്നിരിക്കുന്നത്, 207. ഇനി 207ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്, അതുകൊണ്ട് അത് 5 വെച്ചിട്ട് ഡിവിസിബിൾ ആവില്ല. ഇനി നമുക്ക് എൻ്റെ ഡിജിറ്റ്സ് ഒന്ന് നോക്കാം. 207 = 2 + 0 + 7 എന്ത് വരും? 9. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3യുടെ മൾട്ടിപ്പിളാണ്, അതുകൊണ്ട് ഇത് 3 വെച്ചിട്ട് ഡിവിസിബിൾ ആവും. ഇനി ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 3നേക്കാളും ലെസ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഡിജിറ്റും കൂടി എടുക്കുക, 20. 20ൽ 3 എത്ര ടൈം പോകും? 6 ടൈംസ്. അപ്പോൾ 18 ആണ് വരിക. അപ്പോൾ റിമൈൻഡർ എത്ര വരും? 2. അടുത്ത ഡിജിറ്റ് എടുത്തു, 27. 27ൽ 3 എത്ര ടൈം പോകും? 9 ടൈംസ്. ഇനി
ഈ 69ൻ്റെ ഡിജിറ്റ് സം എടുത്ത് നോക്കുക. 6 + 9 = 15. 15 എന്ന് പറയുന്നത് എന്താ? 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഇത് 3 വെച്ച് ഡിവിസിബിൾ ആവും. ഇനി 6ൽ 3 2 ടൈംസ്, 9ൽ 3 3 ടൈംസ്. അപ്പോൾ 23 കിട്ടി. ഇനി ഈ 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിന് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 23നെ 23 വെച്ച് തന്നെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ 1035 = 5 × 3 × 3 × 23. ഇതിന് വേണമെങ്കിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 3 × 3 × 5 × 23. അടുത്തത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.